ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ പുതിയൊരു തന്ത്രം കൂടി എടുക്കുകയാണ്. ബ്ലാക്ക് മെയിലിംഗ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുറത്തെടുത്തൊരു കാര്യം. ആ ചോദ്യം, ആ അറിയിപ്പ് ആരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസ്സിലെ ഏതോ പ്രധാനപ്പെട്ട നേതാക്കളെയോ കോൺഗ്രസ്സിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവിനെയോ ഉദ്ദേശിച്ചായിരിക്കണം. അതല്ലെങ്കിൽ ഈ തനിക്കെതിരെ ഉള്ള പരാതി പറയാൻ സാധ്യതയുള്ള പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങളുടെ സ്ത്രീ ശബ്ദത്തിൻ്റെ ഉടമകളോട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പുറത്തു പറയും എന്നതുമാവാം. നോക്കൂ, എങ്ങനെയാണ് ഒരാൾ ഇന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ആരെയൊക്കെ പുകമറയിൽ നിർത്തി, ആരെയൊക്കെ മുൾമുനയിൽ നിർത്തി, ആരെയൊക്കെ വിരട്ടി. എന്നാൽ ആ വാർത്താ സമ്മേളനത്തിലെ ബൈറ്റ് എടുത്ത സാധാരണയിൽ കേട്ടാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല. ഇതാണ് മാനിപ്പുലേഷൻ്റെ മാസ്റ്റർ കളി എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥമായി പലരും വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ തന്നെ ആളുകൾ പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല സൗഹൃദത്തിലിരിക്കുമ്പോൾ, പ്രണയത്തിലിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഇയാൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇയാളെടുത്ത് പുറത്ത് കൊടുക്കുമോ, അതോടുകൂടി ഉള്ള മാനം കൂടി പോകുക. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഊഹമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചാറ്റ് ചെയ്തവരെല്ലാം പേടിക്കണം, എല്ലാവരും പേടിക്കണം. അപ്പോൾ ഇതെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ വെളിയിൽ വരും, ഞാൻ ചത്താൽ നിങ്ങളും ചാകും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന രാത്രിയും പയറ്റുകയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.